മോദി പലവട്ടം സന്ദർശിച്ച അമേരിക്കയെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞതെങ്കിൽ മോദി ഇതുവരെ പോകാത്ത മണിപ്പൂരിനെ കുറിച്ചാണ് നമ്മൾ അടുത്തതായി പറയുന്നത്. മണിപ്പൂരിൽ കലാപമുണ്ടായിട്ട് 650 ദിവസത്തിലധികമാകുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി ഇതുവരെ ആ നാട്ടിലേക്കൊന്ന് എത്തി നോക്കാൻ സമയം കണ്ടെത്തിയിട്ടില്ല. അവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ബിരേൻ സിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ 649 ദിവസവും നോക്കുകുത്തിയായി നിന്ന അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. അതിനിടയിൽ 200 പേർ മരണത്തിന് കീഴടങ്ങി. ഇനി അവിടെ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മണിപ്പൂരിൻ്റെ ഭാവി എന്താണ്? അജിംസ, മണിപ്പൂർ ഇപ്പോൾ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ നിയമസഭ മരവിപ്പിച്ചിട്ടേ ഉള്ളൂ, പിരിച്ചുവിട്ടിട്ടില്ല. ഏത് സമയവും നിയമസഭയ്ക്ക് തിരിച്ചു വരാം എന്നുള്ളതാണ് ആ ക്ലോസ്. പക്ഷേ അപ്പോഴും ചില സാങ്കേതിക പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. കാരണം 6 മാസത്തെ കാലാവധി ഓൾറെഡി കഴിഞ്ഞുപോയി. ഈ ബുധനാഴ്ച മന്ത്രിസഭ അല്ലെങ്കിൽ നിയമസഭ ചേരേണ്ടതായിരുന്നു, അത് നടന്നില്ല. അതുകൊണ്ട് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു. എന്തായാലും മണിപ്പൂരിൻ്റെ ഭാവി എന്താകാനാണ് സാധ്യത? മണിപ്പൂരിൻ്റെ ഭാവി എന്താണെന്ന് പറയുമ്പോൾ മണിപ്പൂരിൻ്റെ ഭൂതകാലം നമ്മളറിയണം. ഈ 90കളിലെ തുടക്കത്തിൽ 91-ലും 2001-ലും ഒക്കെ ഇതേപോലെ തന്നെ രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ വന്നിട്ടുള്ളൊരു സംസ്ഥാനമാണ് മണിപ്പൂർ. മണിപ്പൂർ നമുക്കറിയാം, അവിടെ മുമ്പ് മുതൽ തന്നെ ഈ ഗോത്ര വർഗ്ഗ വിഭാഗങ്ങൾ നടത്തുന്ന വിഘടനവാദം, സായുധ വിഘടനവാദം ഒരു തലവേദന തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ആണ് ഈ 2001-ൽ നൗഫൽ ഓർക്കുന്നുണ്ടാവും, ഈ ഇന്ത്യൻ ആർമി റേപ്പസ് എന്ന് പറയുന്ന വലിയ ബാനർ പിടിച്ചുകൊണ്ട് നഗ്നരായ മണിപ്പൂരി യുവതികൾ സൈന്യത്തിനെതിരെ നടത്തിയ പ്രതിഷേധം ലോകമാധ്യമങ്ങളിൽ തന്നെ വലിയ ചർച്ചയായതാണ്. എന്തായിരുന്നു കാരണം? രാഷ്ട്രപതി ഭരണമാണ്, പിന്നെ അഫ്സ്പ അവിടെ നിലവിലുണ്ട്. അഫ്സ്പ നിലവിലുള്ള സാഹചര്യത്തിൽ പട്ടാളം എല്ലാ വീടുകളിലും കയറി റെയ്ഡ് നടത്തും, ആരെയും കണ്ണി കണ്ട കസ്റ്റഡിയിലെടുക്കും. അതുപോലെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നു എന്നുള്ള പരാതികൾ അവിടെ ഉയർന്നു വരുന്നു. അതിനെതിരെ ഇറോം ഷാനു ശർമ്മ എന്ന് പറഞ്ഞ മണിപ്പൂരി യുവതി നടത്തിയ ഐതിഹാസികമായ നിരാഹാര സമരം നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു പാരമ്പര്യമുള്ള സ്ഥലമാണ് മണിപ്പൂർ എന്നിരിക്കെ വേറെ ഏത് സംസ്ഥാനങ്ങളിലും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത് പോലെയല്ല മണിപ്പൂരിൽ ഏർപ്പെടുത്തുന്നത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഇതിനു മുമ്പ് മറ്റു പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രപതി ഭരണം ഉണ്ടായിട്ടുണ്ട്, പട്ടാളം ഇറങ്ങിയിട്ടുണ്ടൊക്കെ ഉണ്ട്. പക്ഷേ മണിപ്പൂരിൽ അത് കൂടുതൽ ഗുരുതരമാണ്. ഇപ്പോൾ ഈ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ നിർബന്ധിതാവസ്ഥയിലായതാണ് കാരണം. അതിൻ്റെ ഒരു കാരണം ബിരേൻ സിംഗ് ഇതുവരെയും ഈ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹത്തിൻ്റെ സംസ്ഥാന സർക്കാർ, BJP സർക്കാർ ഇൻക്യാപ്പബിൾ ആയിരുന്നു. അവർക്കത് കഴിയുന്നില്ല എന്ന് പലവട്ടം ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടും അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടിട്ടും BJP MLA-മാർ തന്നെ രാജി ആവശ്യപ്പെട്ടു അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായില്ല. ഒടുക്കം അദ്ദേഹം നിർബന്ധിതാവസ്ഥയിൽ പുറത്തു വരികയാണ്. അപ്പോൾ പുതിയൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്താനും BJPക്ക് കഴിയുന്നില്ല. അവിടെ BJPയുടെ പ്രശ്നമാണത്. അവിടെ വേണമെങ്കിൽ ആ സർക്കാർ നിലനിർത്താമായിരുന്നു. ബിരേൻ സിംഗ് രാജിവെച്ചു, പുതിയൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്തിയാൽ മതി. പക്ഷേ BJPക്ക് ഒരു പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന പ്രതിസന്ധിയിലാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭരണം വരുന്നത്. പക്ഷേ അതിന് കൊടുക്കേണ്ടി വരുന്ന വില എന്താണെന്ന് നമ്മൾ ഇന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം പട്ടാളമാണ് ഇറങ്ങുന്നത്. പട്ടാളം ഇറങ്ങുമ്പോൾ മണിപ്പൂരിൽ ഇതിനു മുമ്പ് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ വാർത്തകളായി ഉണ്ട്. ഈ രണ്ട് രീതിയിൽ ഇത് കാണാൻ കഴിയും. ഒന്നുകിൽ ഇപ്പോൾ മണിപ്പൂർ പോലീസിനെ സംബന്ധിച്ചും മണിപ്പൂരിലുള്ള സായുധ സൈന്യങ്ങളെ സംബന്ധിച്ചും ഈ കലാപവും പ്രശ്നങ്ങളും അടിച്ചമർത്താൻ കഴിയുന്നില്ല. ഇനി കേന്ദ്ര സൈന്യം വന്നത് ഈ പ്രശ്നങ്ങൾ ഒതുക്കി തീർത്തൊരു ശാന്തിയും സമാധാനവും കൊണ്ടുവരും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നേരെ തിരിച്ചാവാനും സാധ്യതയുണ്ട്. മണിപ്പൂരിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നേരെ തിരിച്ചാവാൻ സാധ്യതയുണ്ട്. ഒന്ന്, പട്ടാളം ഇറങ്ങിക്കഴിയുമ്പോൾ ഈ പറയുന്ന സായുധ ഗോത്ര വിഭാഗങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ തിരിയാനും ഈ പട്ടാളത്തെ ഇറക്കുന്നത് അവരെ അടിച്ചമർത്താനാണെന്ന് തോന്നൽ അവരിലുണ്ടാക്കാനും ആണ് ഇത് വഴിവെക്കുന്നതെങ്കിൽ ഈ പ്രശ്നം കൂടുതൽ ഗുരുതരമാവാനാണ് സാധ്യത കൂടുതൽ. മറ്റൊന്ന്, ഞാൻ മുമ്പ് സൂചിപ്പിച്ച സൈന്യം ഇറങ്ങുമ്പോൾ മണിപ്പൂരിലുണ്ടായിട്ടുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, ആ മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്ക് നമുക്കൊരു ഡോക്യുമെൻ്റഡ് ചരിത്രമുണ്ട്. ആ ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വേണം പട്ടാളം ഇനി എന്താണ് അവിടെ ചെയ്യാൻ പോകുക എന്നറിയുക. 6 മാസത്തേക്കാണത് പ്രഖ്യാപിക്കുക. 6 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയും എന്ന ഉറപ്പ് നൽകാൻ കഴിഞ്ഞാൽ, കേന്ദ്ര സർക്കാരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പ് നൽകാൻ കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ബോധ്യം വന്നാൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. ഇനി തെരഞ്ഞെടുപ്പ് നടക്കണം. പക്ഷേ തീർച്ചയായിട്ടും ആശങ്കയിലാണ്. ഇനി തെരഞ്ഞെടുപ്പ് നടന്ന് പുതിയൊരു സർക്കാർ വരാൻ പോവുകയാണോ, അതല്ല ഈ രാഷ്ട്രപതി ഭരണം നീട്ടിക്കൊണ്ട് പട്ടാളം കൂടുതൽ കാലം അവിടെ തുടരാൻ പോവുകയാണോ എന്നുള്ളതാണ് ചോദ്യം. ബിരേൻ സിംഗ് സർക്കാരിന് കഴിവുകേട് വ്യക്തമായതാണ്, എന്നേ വ്യക്തമായതാണ്. ഒടുവിൽ അദ്ദേഹത്തിന് രാജിവെക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു. ഇപ്പോൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നു, പക്ഷേ നിയമസഭ മരവിപ്പിക്കുകയാണ് ചെയ്തത്. നേരെ മറിച്ച് അവിടെ നിയമസഭ പിരിച്ചുവിടുകയും 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തുകയും പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരികയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ മാറ്റം ഉണ്ടാകുമായിരുന്നു. ബിരേൻ സിംഗ് സർക്കാർ കഴിവുകെട്ട സർക്കാരാണെന്ന് പറയുമ്പോൾ ആ സർക്കാരിന് മേൽ കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്ന നിയന്ത്രണം, BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ആ സർക്കാരിന് മേലുണ്ടായിരുന്ന നിയന്ത്രണത്തെ നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമായി ഇടപെട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഡ്രാമയിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും എന്തോ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. നമ്മൾ ആ സംസ്ഥാനത്തെ സാഹചര്യം അങ്ങേയറ്റം സങ്കീർണമായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ
കേന്ദ്രസേനയെ ഇറക്കി പരിഹരിക്കാം എന്നൊരു ആത്മാർത്ഥ വിചാരം ഇത്ര വൈകി കേന്ദ്ര സർക്കാരിന് വന്നിരിക്കുന്നു നമ്മൾ നിഷ്കളങ്കമായി വിചാരിക്കണോ? ഒരിക്കലുമല്ല. അവിടെ ഒരു സംസ്ഥാന സർക്കാരിന് അടിച്ചമർത്താൻ കഴിയാത്ത ഒരു കലാപം ഉണ്ടെങ്കിൽ ഈ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കാതെ തന്നെ കേന്ദ്രസേനയ്ക്ക് വരാമല്ലോ, പട്ടാളത്തിന് വരാമല്ലോ, അവർക്ക് ഇടപെടാമല്ലോ. ഈ പറയുന്ന പോലീസ് സ്റ്റേഷനുകൾ കൊള്ളയടിച്ചുകൊണ്ട് ഗോത്രീയ വിഭാഗങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു എന്ന് പറയുന്ന ആയുധങ്ങൾ തിരികെ കൊണ്ടുവരാൻ പട്ടാളത്തിന് ഇടപെടാൻ ഇപ്പോഴത്തെ ഒരു തടസ്സമുണ്ടോ? ഒരു തടസ്സമില്ല. ഇപ്പോൾ കേരളത്തിലൊരു ആഭ്യന്തര സംഘർഷം ഉണ്ടാകുന്നു, കേരള പോലീസിനെ കൊണ്ടത് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല, പട്ടാളത്തിന് വരാമല്ലോ. ഗുജറാത്ത് കലാപം ഉണ്ടായപ്പോൾ പട്ടാളം വന്നില്ലേ? ആ പട്ടാളത്തിന് വരുന്നതിനും ഇടപെടുന്നതിനും ഇതിനു മുമ്പ് തടസ്സമുണ്ടായിരുന്നില്ല. രാഷ്ട്രീയമായ എത്ര ഇച്ഛാശക്തി മണിപ്പൂരിലെ കലാപം ഇല്ലാതാക്കാൻ BJP ഭരണകൂടത്തിന് ഉണ്ടായിരുന്നു എന്നതാണ് ചോദ്യം. അതുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത്, മണിപ്പൂരിൽ നിന്ന് വലിയ നിലവിളികൾ ഉയർന്നു വന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ഒരു വന്ദേ ഭാരത് ട്രെയിൻ ഉദ്ഘാടനം ചെയ്യായിരുന്നു. ഒരു വന്ദേ ഭാരത്, എത്രയോ വന്ദേ ഭാരത് ഇന്ത്യയിലുണ്ട്, ഒരു ട്രെയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇവിടെ കർണാടകയിലെ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായിരുന്നു. മോദിയും അമിത്ഷായും മണിപ്പൂരിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കും. എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ പോകുന്നത് നമ്മൾ ഓർക്കണം. അവിടെ നിന്നുള്ള പ്രതിപക്ഷ കക്ഷി നേതാക്കൾ 12 ദിവസം ഡൽഹിയിൽ കാത്തുകെട്ടിക്കിടന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ. അങ്ങ് ഇടപെടണം, സമാധാനത്തിന് വേണ്ടി അങ്ങയുടെ അഭ്യർത്ഥന വേണം. മോദി അവരെ കാണാൻ തയ്യാറായില്ല. മോദി ആ 12 ദിവസം അവരുടെ കാത്തുകെട്ടിക്കിടന്നു. മോദി അവിടുന്ന് ഫ്ലൈറ്റ് കയറി അമേരിക്കയിൽ പോയി. അദ്ദേഹം കൂടിക്കാഴ്ച ചെയ്താറായില്ല. അദ്ദേഹം ഒരു സമാധാനത്തിന് വേണ്ടിയുള്ള അഭ്യർത്ഥന നടത്തിയില്ല. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓർമ്മയുണ്ട്? 87 ദിവസം കഴിയുമ്പോൾ 2 യുവതികളെ നഗ്നരാക്കി നടത്തുന്നു, റേപ്പ് ചെയ്യുന്നു, കൊല്ലുന്നു. ഇത് ലോകം മുഴുവൻ കാണുകയും വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് ലോകത്തുയർന്നു വരികയും പ്രതിഷേധം ഉയർന്നു വന്നപ്പോഴാണ് എനിക്ക് സങ്കടവും വേദനയും സഹിക്കാൻ കഴിയുന്നില്ല എന്ന ദുർബലവാചകം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അതിനുശേഷം സംഭവിക്കുന്നു, പാർലമെന്റിലേക്ക് കാര്യങ്ങൾ വരുന്നു. പാർലമെന്റിൽ മോദി മറുപടി പറയാൻ തയ്യാറാവുന്നില്ല. മോദിയെ കൊണ്ട് ഈ വിഷയത്തിൽ മറുപടി പറയിക്കാൻ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടി വരുന്നു സർക്കാരിനെതിരെ. അവിശ്വാസ പ്രമേയ ചർച്ചയുടെ ഒടുക്കം പ്രധാനമന്ത്രി മറുപടി പറയണം. അത് വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയിൽ മോദിയെ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ടാണ് ഈ വിഷയത്തിൽ മറുപടി പറയുന്നത്. മോദി 1.5 മണിക്കൂർ പ്രസംഗിച്ചു, നെഹ്റുവിനെ കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചും അല്ല. എന്നിട്ട് അവസാനം പറഞ്ഞു, ഇത് ഞങ്ങൾ സമാധാനം കൊണ്ടുവരാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന്. അതുവരെ ഒരു സംസ്ഥാനം ആകെ കത്തി ഉരുക്കിക്കൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് വർത്തമാനം പറയാൻ തയ്യാറായിട്ടില്ലാത്തവർ അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചു എന്ന് പറയാൻ കഴിയുമോ? BJPയുടെ കൺട്രോളിലുള്ള ബീരൻ സിംഗിന് എന്തായിരുന്നു ചെയ്യാൻ? ഒരു പ്രത്യേക സമുദായത്തോട്, മെയ്തേയ് വിഭാഗത്തോട് അങ്ങേയറ്റത്തെ അനുഭാവത്തിൻ്റെ സമീപനം സ്വീകരിക്കുക. ഈ കലാപം ഉണ്ടാകുന്നതിന് മുമ്പും മെയ്തേയ്കൾക്ക് അനുകൂലമായി മാത്രം സംസാരിക്കുക. കുക്കികൾ തീവ്രവാദികളാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ ആനുകൂല്യങ്ങൾ എടുത്തു കളയുക. അവരുടെ സെറ്റിൽമെൻറ്റുകളിലേക്ക് ബുൾഡോസർ അയക്കുക. അനധികൃതമായിട്ടുള്ള സെറ്റിൽമെൻറ്റുകളാണെന്ന് പറഞ്ഞാൽ അവർ കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കലാപത്തിൻ്റെ പരമാവധി സാധ്യത ഉണ്ടാക്കുകയും കലാപത്തിലേക്ക് തന്നെ കൊണ്ടുപോവുകയും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം ഒപ്പം ചേർക്കുകയും ചെയ്ത് പരമാവധിയിൽ അതിനെ കൊണ്ടുപോയിട്ടുണ്ട്. മണിപ്പൂരുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുണ്ടായിട്ടുള്ള സർക്കാരിനായിട്ടുള്ള ഉയർന്നുവന്ന പ്രക്ഷോഭത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിഷേധത്തിൻ്റെ തോത് നമുക്കറിയാവുന്നേ ഉള്ളൂ. ഗവൺമെൻറ് ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ രാഷ്ട്രപതി ഭരണം, അതിനുശേഷം വരുന്ന പട്ടാള ഭരണം അവിടെ സമാധാനം കൊണ്ടുവരും ചോദിച്ചാൽ അത് എന്തോ ഒരു അനിവാര്യമായ സമയത്ത് ശരിയായ ഉത്തരവാദിത്വം ഗവൺമെൻറ് നിർവഹിക്കുന്ന നിലയ്ക്ക് നിഷ്കളങ്കമായി കാണാൻ എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ ഇങ്ങനെ ആയിരിക്കണം അത് കൈവിട്ടു പോയി കഴിഞ്ഞു. കൈവിട്ടു പോകുന്നതിൻ്റെ കാരണം ഈ പറയുന്ന പോലീസ് സ്റ്റേഷനുകൾ കൊള്ളയടിച്ച് വൻതോതിൽ ആയുധങ്ങൾ ഈ ഗോത്ര വിഭാഗക്കാർ കൊണ്ടുപോയി കഴിഞ്ഞു. ആ ആയുധം കയ്യിൽ വെച്ചിട്ടാണ് അവർ പലപ്പോഴും റോഡിലിറങ്ങി ആളുകളെ വെടിവെക്കുന്നത്. എന്ന് വെച്ചാൽ ഇനി കയ്യിൽ നിൽക്കുന്നില്ല. ഏതൊരു ഭരണകൂടത്തിനും ഒരു കലാപം സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നുന്നൊരു മൊമെൻ്റ് കാണുള്ളൂ. കാരണം ആളുകളെ പരസ്പരം തമ്മിലടുപ്പിച്ചൊരിക്കലും ചേരാൻ കഴിയാത്ത വിധമുള്ള ചോരയുടെ ഒരു ചാല് കീറുക. അത് കഴിഞ്ഞാൽ പിന്നെ ഡിവൈഡ് സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ രാഷ്ട്രീയ വിജയങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും പിന്നെ വന്നോളും. പക്ഷേ അതിനുശേഷം അത് അവസാനിപ്പിക്കണമല്ലോ. അവസാനിപ്പിക്കാൻ കഴിയാത്ത മൊമെൻറ്റിൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? പട്ടാളത്തെ കൊണ്ടുവരുന്നു, രാഷ്ട്രപതി ഭരണം. ഈ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ മണിപ്പൂരിലെ പട്ടാള ഭരണം വലിയ നമുക്ക് ഭയാനകമായ ഓർമ്മകളിലൊന്നാണ്. തങ്ജം മനോരമ എന്ന് പറയുന്ന ഒരു യുവതിയെ പിടിച്ചുകൊണ്ട് പോയി ക്യാമ്പിലിട്ട് പട്ടാളം റേപ്പ് ചെയ്ത് കൊന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡസൻ കണക്കിന് സ്ത്രീകൾ പൂർണ്ണ നഗ്നരായി റോഡിലിറങ്ങി നിന്ന് ഇന്ത്യൻ ആർമി റേപ്പ് അസ്, ഞങ്ങളെ റേപ്പ് ചെയ്യൂ എന്ന ബാനർ ഉയർത്തിപ്പിടിച്ച്. ഇപ്പോഴും ഗൂഗിളിൽ പോയി കാണാം. നമ്മളെ ഭയപ്പെടുത്തുന്ന ഓർമ്മയാണത്. എന്താ പറയുക, അന്യായമായ ആളുകളെ വെടിവെച്ച് കൊന്നത് ഈ പറഞ്ഞ അഫ്സ്പയുടെ പരമമായ ദുരുപയോഗം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മണിപ്പൂരിൻ്റെ ഹിസ്റ്ററി പട്ടാളം ഇറങ്ങിയപ്പോഴെല്ലാം അവിടുത്തെ മനുഷ്യർ വലിയ കെടുതി അനുഭവിച്ചു തന്നെയാണ്. അതുകൊണ്ട് മണിപ്പൂരിനെ കുറിച്ച് നമുക്കിപ്പോഴും ശാന്തിയുടെയും സമാധാനത്തിൻ്റെ സ്വപ്നം കാണാൻ സമയമെന്ന് എനിക്കറിയില്ല. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും കാരണം പൊളിറ്റിക്കൽ ഇച്ഛാശക്തി ഇല്ലാതെ ഈ ഭരണകൂടം എടുത്തിട്ടുള്ള സമീപനത്തിൻ്റെ ഇരയാണ് ആ സംസ്ഥാനം. അതിൻ്റെ ഹിസ്റ്ററി നമുക്ക് പരിശോധിച്ചാൽ എങ്ങനെയാണ് ഈ കലാപം സൃഷ്ടിക്കപ്പെട്ടത് വേറെ പരിശോധിക്കുന്ന കാര്യമാണ്. കലാപം പൊട്ടിപ്പുറപ്പെട്ട അന്ന് മുതൽ അതിൻ്റെ ഈ ദിവസം വരെ അത് പരിഹരിക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ വില്ല് കാണിക്കുകയോ സമാധാനത്തോടെയും സ്നേഹത്തോടെയും ഇരിക്കണം എന്നുള്ള ആത്മാർത്ഥമായൊരു വാചകം പറയാനോ തയ്യാറാവാത്ത ഈ ഭരണകൂടം ഇപ്പോൾ കാണിക്കുന്ന ഒന്നിനോടും നമുക്ക് നിഷ്കളങ്കമായി അതിനെ സമീപിക്കാനേ കഴിയില്ലെന്ന് ഞാൻ പറയാം.